വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖരെ, സഹോദരന്മാരെ, ആലത്തൂർ സൗഹൃദവേദി നടത്തിയ ഈ കാലിക പ്രസക്തമായ ഈ സമ്മേളനത്തിന്റെ പാലക്കാട് സൗഹൃദവേദിയുടെ രക്ഷാധികാരി എന്നുള്ള നിലയിൽ ആദ്യമായി എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നമുക്കറിയാം, സമകാലീന ലോകത്ത് സൗഹൃദവേദിയുടെ പ്രസക്തി ഇവിടെ സംസാരിച്ച എല്ലാവരും പറഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഒരു 5 പോയിന്റ് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ വിവിധ ആശയധാരകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളുണ്ട്. ഇതിവിടെ ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, വിവിധ നാസ്തികരായ ആളുകളൊക്കെ ഉണ്ട്. മനുഷ്യന്റെ 1-ാം തീയതി മുതൽ വിവിധ ആശയങ്ങളുടെ സംഘർഷങ്ങൾ, സംവാദങ്ങൾ, സമരങ്ങൾ നടന്നിട്ടുണ്ട്. അത് മനുഷ്യ ജീവിതത്തെ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള അന്വേഷണങ്ങളും ത്വരകളുമായിരുന്നു എല്ലാ ആശയ സമരങ്ങളും, എല്ലാ ആശയ സംവാദങ്ങളും. അത് വളരെ പോസിറ്റീവാണ്. എന്നാൽ ഈ മല്ലാത്ത വെറുപ്പ്, വിദ്വേഷം, കാലൂഷ്യം എന്ന് പറയുന്നത് ആന്റി സോഷ്യൽ എലമെന്റ് ആണ്. അത് സാമൂഹ്യ വിരുദ്ധ സംഗതിയാണ്. അതൊരിക്കലും ആശയമല്ല. വിദ്വേഷമാണെങ്കിലും വെറുപ്പാണെങ്കിലും അതൊരിക്കലും ഒരു ആശയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ആന്റി സോഷ്യൽ എലമെന്റ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ കാണുകയും ആശയങ്ങൾ നല്ല രീതിയിൽ തന്നെ സംവാദം നടത്തി മുന്നോട്ട് പോകണം. എന്താണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കാരണമെന്ന് പറയുമ്പോൾ, സ്വന്തമായി ആശയങ്ങൾ ഇല്ലാത്തവർ അല്ലെങ്കിൽ ഉള്ള ആശയം കളഞ്ഞു പോയവര് അവരുടെ അധികാര താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഫറോവയെ കുറിച്ച് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മനുഷ്യരെ തട്ടുകളാക്കി തിരിച്ചു എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാർ ഇവിടെ സൂചിപ്പിച്ചു അയോധ്യ വിഷയം 1857 1-ാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. അയോധ്യ വിഷയം ഉണ്ടാകുന്നത് 1858. കാരണം ഹിന്ദു മുസ്ലിം മൈത്രിയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാതൽ. ദേശീയ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം മൈത്രിയായിരുന്നു. ആ മൈത്രിയെ തകർക്കാനാണ് ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ പ്രയോഗിച്ചത്. ഇന്നും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡിവൈഡ് ആൻഡ് റൂളാണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടത് കൃത്യമായ ആശയങ്ങളിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഈ സൗഹൃദ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. രണ്ടാമത്തത് ഒരു ആത്മീയ പ്രവർത്തനമാണ്. അവനവന്റെ അപരനെ കാണുമ്പോൾ ഉണ്ടാകുന്ന മഹാനായ അക്കിത്ത നമ്മുടെ ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം, ഒരു ചെറുപുഞ്ചിരി മറ്റുള്ളവർക്കായി ചിലവാക്കവേ എൻ ഹൃദയത്തിലുലാവുന്നു നിത്യനിലാ പൗർണമി. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് ഗുണത്തിനായി വരയണം. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ ബേസിക്കലായിട്ടുള്ള ഫിത്രത്ത് എന്ന് പറയും, ശുദ്ധ പ്രകൃതി. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയെ കൂടുതൽ ആത്മീയവൽക്കരിക്കുവാനും സാംസ്കാരികവൽക്കരിക്കുവാനും ഇത്തരത്തിലുള്ള സൗഹൃദ പ്രവർത്തനങ്ങൾ ഉപകരിക്കും. മൂന്നാമതായിട്ട് പറയാനുള്ളത്, നമുക്കറിയാം, ഞാൻ ഫാറൂഖാണ്, എന്റെ തൊട്ട് ജിനൂബുണ്ട്, അപ്പുറത്ത് കൃഷ്ണൻകുട്ടിയുണ്ട്. ഞങ്ങളൊക്കെ സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകുക. അതാണ് നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ അടിത്തറ, ജീവിത ഗുണമേന്മയുടെ അടിത്തറ അതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ ഇവിടെ വ്യാപാരി സമൂഹമുണ്ട്. വ്യാപാരി സമൂഹത്തിന്റെ കച്ചവടം ഉണ്ടാകാൻ അവിടെ എന്തു വേണം? സമാധാനം വേണം, നിർഭയത്വം വേണം. അതുകൊണ്ട് തന്നെ സൗഹൃദ പ്രവർത്തനം ഒരു നാടിന്റെ വികസന പ്രവർത്തനമാണ്. നാലാമത് സൗഹൃദ പ്രവർത്തനം നവോത്ഥാനമാണ്. ശ്രീനാരായണ ഗുരുവും വക്കം മൗലവിയും അയ്യങ്കാളിയും ഡോക്ടർ പൽപ്പവും സഹോദരൻ അയ്യപ്പനും മന്നത്ത് പത്മനാഭനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക ക്രൈസ്തവ സംഘടനകളും ഉഴുതുമറിച്ച കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തെ പുറകോട്ട് കൊണ്ടുപോകാനാണ് പുതിയ കാലത്ത് ഇസ്ലാമോ ഫോബിയ എന്ന സംജ്ഞ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക കക്ഷി രാഷ്ട്രീയ മത്സരത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദ പ്രവർത്തനം എന്ന് പറയുന്ന നാലാമതായിട്ട് കേരളത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള സംഗതി കൂടിയാണ്. അഞ്ചാമതായിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബം എന്ന് പറയുന്നത്, നമ്മൾ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും നല്ല ഒരു സമൂഹം ഉണ്ടാവണമെങ്കിൽ, സൗഹൃദമുള്ള സമൂഹം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ സമാധാനം വേണം, കുടുംബത്തിൽ സ്വസ്ഥത വേണം. പക്ഷേ പുതിയ സാംസ്കാരിക ലിബറലിസം, പുതിയ ജനറൽ ന്യൂട്രാലിറ്റി, LGBTQ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പദാവലികളിലൂടെ കുടുംബത്തിന്റെ ഭദ്രത തകർത്തുകൊണ്ട്, സദാചാര ലിബറലിസത്തിന്റെ ഭാഗമായി കുടുംബം തകർത്തുകൊണ്ട് സമൂഹ ഭദ്രത തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ 5 പോയിന്റുകൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സൗഹൃദ വേദിയുടെ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമാണ്, നവോത്ഥാന പ്രവർത്തനമാണ്, ആത്മീയ പ്രവർത്തനമാണ്, സാംസ്കാരിക പ്രവർത്തനമാണ്, കുടുംബത്തെ പുനഃസംവിധാനിക്കാനുള്ള പ്രവർത്തനമാണ്. ആ അർത്ഥത്തിൽ ഈ സൗഹൃദ വേദിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സർ.